കാര്യമായിരുന്നു ഈ പ്രശ്നം. ഇനി ഇത് പതുക്കെ മീഡിയയിലോട്ട് അറിയിക്കുന്നവരും ഏപ്രിൽ 18 എന്നുള്ളൊരു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂസ് ഒക്കെ ഉള്ള സമയത്ത് ഇവരിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇവിടെ പോസ്റ്ററിൽ പോലും കാണുന്നത് അഹാന കൃഷ്ണയുടെ മുഖമാണ്. എല്ലാ പോസ്റ്റേഴ്സിനും അനിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ തീർച്ചയായിട്ടും. അപ്പോ അറ്റ്ലീസ്റ്റ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള അതെ അതെ അതെ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ആക്റ്റീവായ ഒരാളാണ് അഹാന. അപ്പൊ ഈ അഹാനക്ക് ഇപ്പൊ ഒരുപാട് സിനിമകളും ഇപ്പൊ നമ്മൾ കാണാറൊന്നുമില്ല. അടി കഴിഞ്ഞിട്ട് കുറെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എപ്പോഴും സിനിമയുള്ള ആളാണെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ ഓക്കെ ആയിരിക്കാം. ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നില ചിന്തിക്കുമ്പോഴും ചെയ്യുന്നത് ശരിയല്ല എന്ന് പേഴ്സണലി നമ്മൾ വിളിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അഹാന വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പ്രസ് മീറ്റിന് കുറച്ചും കൂടി ഒരു സോഷ്യൽ മീഡിയ വിസിബിലിറ്റി കിട്ടിയാണ്. അപ്പോ അത്തരത്തിലുള്ള ആളുകൾ മലയാള സിനിമയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവര് തന്നെ ഇന്റർവ്യൂവിന് അവസരങ്ങൾ കിട്ടുന്നില്ല വേണ്ടത്ര എന്ന് പറഞ്ഞ് ഇമോഷണലായിട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരെ ഇരട്ടത്താപ്പിൽ എങ്ങനെയാണ് അജിച്ചേട്ടൻ നോക്കിയാണ് ഇവിടുത്തെ ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന എന്നുള്ളത് ഇനി നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല. കാര്യം ഒരാളില്ല അല്ലെ. എപ്പോഴും നമുക്ക് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ രണ്ട് സൈഡും കേൾക്കണം. ഇനി അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇനി ഒരിക്കലും ഉത്തരവില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പുറകോട്ട് പോയി. പക്ഷെ അഹാനയ്ക്ക് പറയാം. അഹാന പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. കാര്യം മനു ഇല്ല. അതാ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ചോദ്യത്തോട്ട് പോയിട്ട് കാര്യമില്ല. ഒരു ഡെഫിനറ്റ് ഉത്തരവില്ല. എനിക്ക് പേഴ്സണലി മനുവായിട്ടുള്ള ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. മനസ്സിലായി. ഞാൻ അയാളോടുള്ള കമ്പനി ആസ്വദിച്ചിട്ടുണ്ട് ആ കോവിഡ് ടൈമിൽ. അതെനിക്കിപ്പോൾ മാധ്യമത്തിലൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മനസ്സിലായി. അപ്പോൾ അത് ഇത് പറഞ്ഞുതരാം. പക്ഷെ ആ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് സിനിമ സെക്കൻഡറി, ബന്ധമാണ് പ്രൈമറി. ഞാൻ സിനിമയിൽ വന്നത് സുഹൃത്ത് വഴിയാണ്. എൻ്റെ അവസാനത്തെ ഇപ്പോൾ ഇറങ്ങിയ സിനിമയും സീരീസും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് ഗെയിം. അപ്പം എനിക്ക് പ്രൈമറിലി ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം അയാൾ എൻ്റെ ആ സമയത്ത് ഞാൻ ഒരുപാട് അയാളുടെ കൂടെ ചിരിച്ചതാണ്. കോവിഡ് സമയത്ത് അയാൾ എനിക്ക് EMI അടയ്ക്കാൻ സഹായിച്ച ആളാണ്. അപ്പോൾ അർജുൻ അശോകൻ തുടങ്ങിയവരുടെ അർജുൻ സുമതി വളരെ ഷൂട്ടില്ല, ഇൻട്രസ്റ്റഡ് ആണ്. അയാൾ വരും, ധ്രുവൻ വരും. ഞാൻ സാർ കോണ്ടാക്ട് ചെയ്തപ്പോൾ ചെന്നൈയിലാണ്. നമുക്ക് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാൻ പ്രൊഡക്ഷന് താല്പര്യം. ഇനി വരും ദിവസം ഞാൻ പറഞ്ഞില്ലേ, ഇനി April 18 എന്നുള്ള റിലീസിന് മുമ്പുള്ള പ്രൊമോഷണൽ ഇന്റർവ്യൂസ് ഉണ്ടാവും. ചേട്ടാ ഈ അടുത്ത് ആമീർ ഖാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. 20 വർഷമായിട്ട് പ്രതിഫലം വാങ്ങാതെയാണ് ആമീർ ഖാൻ അഭിനയിക്കുന്നത്. ഒരു സിനിമ ഹിറ്റായാൽ ആ ഹിറ്റ് ആയതിൽ നിന്ന് പ്രോഫിറ്റോ അതോ അദ്ദേഹത്തിന്റെ സാലറിയോ മേടിക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് എല്ലാവരും ഇഷ്ടപ്പെട്ട താരെ സമീപം പോലുള്ള സിനിമകളൊക്കെ ഇറക്കാൻ സാധിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞായിരുന്നു. ഏതാണ്ട് ഇതേ നിലപാട് മലയാള സിനിമയിൽ ചില പ്രമുഖർ എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയുടെ പ്രതിസന്ധി മാറില്ലേ? ഇവിടെ ചെയ്യുന്നവരുണ്ട്, മമ്മൂക്കയൊക്കെ ചെയ്യുന്നുണ്ട്. പറയണ്ട, ചെയ്യുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളായ കാര്യങ്ങളുണ്ട്. അപ്പം ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട്. ഫീനിക്സ് ഓടിയില്ല, ഒന്നും കിട്ടിയില്ല. നല്ല കാര്യമാണ്, കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. പ്രൊഡ്യൂസേഴ്സും ഇത് മീഡിയയിൽ നിന്ന് ഇത് സംസാരിക്കുന്നതുകൊണ്ട് പൊതുവെ എൻ്റെ സ്റ്റേറ്റ് ആണ്. ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഞാൻ കൃത്യമായിട്ട് കേസോട് ഇന്റർവ്യൂവിൽ പറഞ്ഞു. അമീർ ഖാൻ ഇങ്ങനെ ചെയ്തത് ആദ്യമായിട്ട് അദ്ദേഹമല്ല. ഇതിനു മുമ്പേ ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ അത് സംഭവിക്കാറുണ്ട്. കാര്യം നമുക്ക് പ്രൊഡക്റ്റാണ് മുഖ്യമെങ്കിൽ ആ പ്രൊഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് സെല്ലായി കഴിയുമ്പോൾ അതിൻ്റെ വിഹിതം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റേഷ്യോ വെച്ച് ഷെയർ ചെയ്യാറുണ്ട്. അത് ആദ്യമായിട്ടല്ല. പിന്നെ എന്താ പറയുക, അങ്ങനത്തെ ഒരു പ്രാക്ടീസ് മുന്നോട്ട് നിർബന്ധിച്ച് വെക്കാവുന്നൊരു കാര്യമല്ല അല്ലേ. നമുക്കിപ്പോൾ ഒരാളോട് നിർബന്ധമായിട്ട് നിങ്ങൾ അതിനോട് അങ്ങനെ കഴിക്കാൻ പറയാൻ പറ്റില്ല. പുള്ളിക്കും കൂടെ താല്പര്യമാണെങ്കിൽ അല്ലേ പറ്റും. പിന്നെ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്തു. ആ സിനിമ ഓടിയില്ല, ഇതൊന്നും കിട്ടിയില്ല. സംഭവ സമയത്ത്
ഈ ആമസോൺ പ്രൈമിൽ വന്നപ്പോൾ ഇത് വന്നു. അതിൻ്റെ റോങ് മാർക്കറ്റിംഗ് ആയിരിക്കാം റീസൺ. ആ സിനിമ ഒരു ഹൊറർ ചിത്രമായിട്ടാണ് മാർക്കറ്റ് ചെയ്യപ്പെട്ടത്. അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. അതിനെ ഒരു ഫാമിലി ചിത്രമായിട്ടായിരുന്നു മാർക്കറ്റ് ചെയ്യേണ്ടത്. ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ മിഥുൻ മാനുവൽ തോമസ്, ഇവരുടെയൊക്കെ സിനിമാ പ്രവേശനത്തിന് അജിച്ചേട്ടൻ്റെ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ തന്നെ അത് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം പ്രൊമിനന്റ് ആയിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൽ അജിച്ചേട്ടൻ വളരെ സ്കിൽഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരൊക്കെ നല്ല ഫിലിം മേക്കേഴ്സ് ആയി പിന്നീട് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ബേസിൽ ജോസഫ് ഇപ്പൊ നല്ലൊരു താരമാണ്, ജനപ്രിയ താരമാണ്. അപ്പോ അജിച്ചേട്ടന് അങ്ങനെ ഒരു സ്കില്ലോടൊപ്പം അജിച്ചേട്ടന് ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടി, ഒരു സംവിധായകനെ മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ട്. എന്തുകൊണ്ട് ഒരു പടം ഡയറക്റ്റ് ചെയ്തുകൂടാ ഫ്യൂച്ചറിലായിരുന്നു? വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയൊക്കെയാണ്. എൻ്റെ ഒരു ക്യാരക്ടറിന് മാച്ചാവുന്ന ജോലി ചെയ്തത്. ഞാൻ അത്രയും ഒരു ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളാണ്. ഒരു ഡയറക്ടറിൻ്റെ ജോലിയിൽ 10-21 ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും. ഇതൊക്കെ വളരെ കോർഡിനേറ്റ് ചെയ്ത് ആ പറഞ്ഞ സമയത്ത് ഒരു പറഞ്ഞ നിശ്ചിത ബഡ്ജറ്റിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രഷറുള്ളൊരു കാര്യമാണ്. എന്നെ കൊണ്ട് ചിലപ്പം അതിനുള്ളൊരു ആംബിയർ ഇല്ല. എന്നാൽ എനിക്ക് എവിടെയോ ജയിക്കപ്പിൽ ഞാൻ അസിസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. പിന്നെ ഞാൻ ആസ്വദിക്കില്ല എന്ന് ഉറപ്പാണ്. ആസ്വദിക്കാത്തൊരു കാര്യം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നു. എങ്ങനെയാണ് അപ്പോൾ ബേസിൽ ജോസഫിനെയും മിഥുൻ മാനുവൽ തോമസിനെയൊക്കെ മനസ്സിലാക്കിയത്? അവരുടെ പാഷൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് പറഞ്ഞാൽ തെറ്റാണ്. ബിക്കോസ് ബേസിലിന്റെ പ്രേമത കാതലാണോ ഞാൻ കണ്ടപ്പോഴാണ് ആ ക്രാഫ്റ്റ്, അയാൾ ഒരു നല്ല ക്രാഫ്റ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതിപ്പോൾ ഒരു നല്ല വർക്ക് കാണുക. മിഥുനോട് സംസാരിച്ചപ്പോൾ മിഥുൻ്റെ ഒരു വൊക്കാബുലറി ഉണ്ട്. മിഥുൻ്റെ വൊക്കാബുലറി വളരെ രസകരമാണ്. അത്രയും എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ അത്രയും ചടുലമായിട്ട് നമ്മൾ പറയില്ല നിർഗളമായിട്ട് മലയാള പദങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടില്ല. അപ്പം ഞാൻ അത് തിരിച്ച് ഇങ്ങനെ ഒക്കെ സംസാരിക്കുന്നത് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളാണ്. അല്ലാതെ ഇവരൊക്കെ ഭയങ്കര ടാലൻ്റായി നാളെ ഒരു മിന്നൽ മുരളി ഒന്നും ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവരുടെ സഹായം ആവശ്യമാണ്. അവരെ കൊണ്ട് എനിക്ക് സഹായം കിട്ടും, അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് കിട്ടും എന്നുള്ള എൻ്റെ ആവശ്യം നടക്കുന്നുള്ളതായിരുന്നു ഞാൻ അവരിലോട്ട് പോയത്. അത് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മ്യൂച്വൽ ഹെൽപ്പായിരുന്നു ആ സമയം. അവർക്ക് എനിക്ക് അവരോട് വർക്ക് ചെയ്യുന്നതും അവർക്ക് എന്നോട് വർക്ക് ചെയ്യുന്നതും മ്യൂച്വൽ ഹെൽപ്പാണ്. അത് ഗ്രോയിങ് അപ്പാണ്. നമ്മൾ അപ്പുറത്ത് ഒരു പെൻസിൽ ഒടിഞ്ഞു പോയാൽ തൊട്ടപ്പെട്ട് കൂട്ടായിരുന്നു വാങ്ങി പണ്ട് എഴുതില്ലേ. കഥാപാത്രം പപ്പേട്ടൻ എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപാട് പേർക്ക് ഇഷ്ടമായ ഒരു കഥാപാത്രമാണ്. അതിനെ പറ്റി എന്താണ് ഒരു കാര്യം റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്നുള്ളത് ആണ് പ്രൈമറിലി എനിക്കുണ്ടാകുന്ന ഫീല്. റിസീവ് ചെയ്യാതിരിക്കുമ്പോഴാണ് കറക്ഷൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു തിരിഞ്ഞു നോട്ടം ആവശ്യം വരുന്നത്. മറ്റേത് ജോലി കഴിഞ്ഞു. പിന്നെ പപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം അതും 2023 ഷൂട്ട് ചെയ്തതാണ്. ഞാനൊരു 10 മിനിറ്റാണ് കേട്ടത് എന്താണ് പപ്പൻ എന്നുള്ളത്. വിഷ്ണു എൻ്റെ സുഹൃത്താണ്, നീരജാണ് ഹീറോ, എം രഞ്ജിത്തേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 2 കൺട്രീസ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ചു തന്ന ആളാണ്. ഒരു രീതിയിൽ ഞാൻ അവിശ്വസിക്കേണ്ട ടീമല്ല. 10 മിനിറ്റ് പപ്പനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിഷ്ണുവോട് പറഞ്ഞ ഉത്തരം ഇതാണ്: ഒരു 10-20 വർഷം അല്ലെങ്കിൽ 10 വർഷത്തിന് മേലെ പോകണമെന്ന് തന്നെ ഡൗട്ടാണ്. അത് പോട്ടെ, 20 ശേഷം ഇവിടുന്ന് തന്നെ കാലഹരണപ്പെട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്പീഷീസ് ആണ് പപ്പൻ. കുറേ പപ്പന്മാർ പണ്ടൊക്കെ നമ്മൾ 1960-കളിൽ 70-കളിലൊക്കെ കാണുന്ന സിനിമകളിൽ ചില അമ്മാവന്മാരുണ്ട് അല്ലേ, കിണ്ടിയിൽ കാല് കഴുകി അകത്ത് കയറുന്ന. അത് സ്ഥിരമായിരുന്നു. പുറത്ത് മണ്ണാണ്, ചെരുപ്പില്ല, അങ്ങനത്തെ അവരുടെ ഭാഷാ രീതിയുണ്ട്. വളരെ ഒരു വേറൊരു പെങ്ങളെ കെട്ടിച്ചിട്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറിയിട്ട് വളരെ അധികാരത്തോടെ പെരുമാറുന്ന കഴിഞ്ഞാൽ പുല്ലുണ്ടാക്കി കൊടുത്ത് വീട് പോലെ അങ്ങനത്തെ ചില അമ്മാവന്മാർ. അപ്പം ആ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്ന ടോക്സിസിറ്റീസ് നമുക്ക് തോന്നുന്നു. പിന്നെ അവരിന്നില്ലല്ലോ, ഇന്ന് നമ്മുടെ ചുറ്റും അങ്ങനെ ഉണ്ടോ? വളരെ വളരെ അങ്ങനെ എൻ്റെ കണ്ണിൽ അങ്ങനെ കുറേ കാലമായി അങ്ങനെ അനുഭവപ്പെട്ടിട്ട്. അപ്പം നാളെ ഇങ്ങനത്തെ പപ്പന്മാരില്ലാണ്ടാകും. അപ്പം അത് ഒരു ഭയങ്കര സോഷ്യൽ റെപ്രസെൻറ്റേഷനാണ്, സിനിമയിൽ അടയാളപ്പെടുത്തലാണ്. അപ്പം അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകൾ എന്നും ടൈംലെസ് ആണ്, അത് നിലനിൽക്കും എന്ന് പറഞ്ഞ് എൻ്റെ താങ്ക് യു നന്ദി അന്ന് തന്നെ ഞാൻ രഞ്ജിത്തേട്ടനോടും വിഷ്ണുവിനോടും പറഞ്ഞായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ
രജപുത്ര വിഷ്വൽ മീഡിയ രജിസ്റ്റേഡ് ശിബി ചേച്ചി, മകൾ അവർത്തിക, വിഷ്ണു എഴുതിയ വിഷ്ണു. കാര്യം അത് എളുപ്പമല്ല. വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഒരു പപ്പനുണ്ട്, പപ്പൻ എൻ്റെ ഉള്ളിലുണ്ട്. അതിൽ ഞാൻ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. കാര്യം നമ്മൾ കുറച്ച് മുന്നേ അല്ലെങ്കിൽ ഇന്നൊരു 80s ബോൺ ആയിട്ടുള്ള പലരുടെ ഉള്ളിൽ പല കാര്യങ്ങളും അന്ന് ശരിയാന്നുള്ളത് ഇന്ന് തെറ്റായി മാറുന്നത് ഇപ്പോൾ ഒരു 3-4 വർഷത്തിലാണ്. അത് ഒന്ന് സമയം തരണം പലർക്കും അതൊന്ന് ശരിയാക്കി എടുക്കാൻ. അപ്പൊ ഇങ്ങനെ കാണിച്ച് അത് തമാശ രീതിയിൽ അത് തെറ്റാന്ന് കാണിക്കുമ്പോൾ അപ്പൊ അപ്പനൊരു ലിസി വന്ന പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോ വർക്കറായിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ നല്ല ഇന്റർവ്യൂസിലൂടെ ഒക്കെ ഇതേപോലെ പരിവർത്തനങ്ങൾ സംഭവിക്കട്ടെ. സോ നീരജിനോട് ഹോൾ ടീം ഓഫ് ലെവൽ കൺസ്ട്രക്ഷൻ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്ഫുൾ. നമുക്ക് വീണ്ടും നാൻസി കാണാൻ അതെ. അങ്ങനെയുള്ള ആവറേജ് ആയിരുന്നു ബ്ലൂ ബോക്സ്. അതിന്റെ പ്രൊഡ്യൂസർ ഒന്നുമില്ല, ജേസൺ ചേട്ടൻ. ലഘുഷയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ അവസരത്തിൽ പറയേണ്ട കാര്യം ജേസൺ ചേട്ടൻ. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഒരൊറ്റ ഫോൺ കോളിൽ മലയാളത്തിൽ മെയിൻ സ്ട്രീം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരാളാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കൺട്രോളറായിട്ട് അല്ലേ വളരെ സീരിയസ് ആയിട്ട് നിന്നൊരു വ്യക്തിയാണെന്ന്. ജേസൺ ചേട്ടൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ജേസൺ ചേട്ടൻ ചെയ്യാമെന്നുള്ള ഇത്ര എളുപ്പത്തിലൊരു പ്രൊജക്റ്റ് ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിൽ. അതായിരുന്നു ലഘുഷ. അതുകൊണ്ട് തന്നെ അത് വളരെ ഫേവറേറ്റാണ് എനിക്കും നീരജിനും. അല്ലാതെ തന്നെ പല റീസൺ കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ചേട്ടൻ്റെ ഫാമിലി ചേച്ചിയാണെങ്കിലും മോള് പുണ്യ അവരൊക്കെ നമുക്ക് ഭയങ്കര ഇത്രയും പേര് ഇത്രയും വർഷം കഴിഞ്ഞു പറയുകയാണെങ്കിൽ അത്രയും അദ്ദേഹം ആ സെറ്റിൽ അവരോടുകൂടിയാണ് ഇടപെട്ടിരുന്നത്. ആ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. നീരജിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നീരജിനോട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ സാധ്യത. കാര്യം അവൻ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു.